ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ സെറ്റ് സാരി വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റിലെ തന്നെ നമുക്ക് സാരി നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുതിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കുമല്ലോ. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഞ്ഞിയൊക്കെ മുക്കി നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ അല്ലേ. അതിനുശേഷം നമ്മുടെ ഈ പല്ലു പാട്ടിൽ നമ്മളുടെ ഈ ഉള്ളിലേക്ക് വരുന്ന ഭാഗമുണ്ട്, പുറത്തേക്ക് വരുന്ന ഭാഗമുണ്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന ഈ ഒരു ഭാഗമാണ് നമുക്ക് പുറത്തേക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കഴിയുമ്പോൾ അതൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ആ പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ പ്ലീറ്റ്സും നന്നായിട്ട് വെച്ചതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്കാണ് സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം വൈകുന്നേരം തന്നെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാരി ഉടുത്തിട്ട് പുറത്ത് പോകാനായിട്ട് പറ്റും. ഇനി നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കസവിൽ അയൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ചുളുങ്ങി വരും. അപ്പോൾ ചൂട് കുറച്ചിട്ടതിന് ശേഷം വേണം അയൺ ചെയ്യാനായിട്ട്. അതിനുശേഷം കുറച്ച് മുകളിലായിട്ട്, അപ്പോൾ അത്രയും നമ്മൾ അയൺ ചെയ്ത് കൊടുത്തു, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു പിന്നും കൂടി വെച്ചിട്ട് ഞാൻ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്കുള്ള ഭാഗവും അതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അയൺ ചെയ്യാം. നമുക്ക് എത്രത്തോളം പല്ലുവിന് നീളം വേണം എന്നുള്ളത് നോക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. വെച്ച് നോക്കുക, എത്രയും നമുക്ക് ലെങ്ത് വേണം എന്നുള്ളതൊന്ന് വെച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ താഴെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് മേളിൽ ഒരെണ്ണം കൂടെ കുത്തിയിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, അതിപ്പോൾ അയൺ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ പിന്ന് ഊരിയിട്ട് നമുക്ക് മുകളിലേക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പല്ലു അയൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ആ ഫ്ലീറ്റ്സ് ഇല്ലേ, ആ ഒരു ഭാഗം കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഉടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഇരുന്നോളും. പിന്നീട് നമുക്ക് അവിടെ പിന്നൊന്നും കുത്തേണ്ട ആവശ്യം വരില്ല, കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അയൺ ചെയ്യുന്ന ടൈമിൽ തന്നെ ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റ്സും കൂടി അയൺ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് സാരി ഉടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അണ്ടർ സ്കേർട്ട് ഫസ്റ്റിലെ തന്നെ നന്നായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ടൈറ്റായിട്ട് നമ്മളുടെ ബെല്ലി ബട്ടൻ്റെ ആ ഒരു ലെവലിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് കെട്ടി കൊടുക്കുക. ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് കെട്ടിയിരിക്കുന്നത്. പിന്നീട് നിങ്ങൾ ഹീൽസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റിലെ തന്നെ ഹീൽസ് ഇട്ടതിന് ശേഷം വേണം സാരി ഉടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ കറക്റ്റ് സൈഡിലായിട്ട് വേണം അത് ടക്കിൻ ചെയ്യാനായിട്ട്. ആ ടക്കിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊരിപ്പോകുമോ എന്നുള്ള പേടിയുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഉള്ളിലേക്ക് ഇടുന്ന ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. അതിനുശേഷം എത്രത്തോളം താഴെ നിന്നുള്ള ഹൈറ്റ് മുകളിലേക്ക് നോക്കുക, എത്രത്തോളം വേണം എന്നുള്ളത് അത് നോക്കിയതിന് ശേഷം വേണം താഴേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കാനായിട്ട്.
നല്ല നീറ്റായിട്ട് തന്നെ അകത്തേക്ക് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചുരുട്ടി വെക്കാൻ പാടില്ല, പിന്നീട് അതിങ്ങനെ മുഴച്ചിരിക്കും. അതിനുശേഷം ഒരു ചുറ്റുക. കണ്ടില്ലേ, നമ്മൾ അത്രയും ചെയ്തു. അതിനുശേഷം ഒന്ന് ചുറ്റിയെടുത്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ പല്ലു പ്ലീറ്റ്സ് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. നമ്മളവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗം വേണം നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ ആയിട്ട് സെക്യൂർ ചെയ്യാനായിട്ട്. അപ്പോൾ സെക്യൂർ ചെയ്യുമ്പോൾ ബ്ലൗസിൽ കുറച്ച് ബാക്കിലേക്ക് ഇറക്കി വേണം, ഒരുപാട് ബാക്കിലല്ല, കുറച്ച് ബാക്കിലേക്ക് ഇറക്കി വേണം സെക്യൂർ ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് ടീഷർട്ടിലാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെന്നേ ഉള്ളൂ. അതിനുശേഷം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വലിക്കണം, നന്നായിട്ട് ആ സൈഡ് നന്നായിട്ട് വലിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കിടക്കുകയുള്ളൂ, എന്നാലേ ആ സൈഡിലത്തെ ഷേപ്പൊക്കെ വരുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് വലിച്ചതിന് ശേഷം നമ്മുടെ റൈറ്റ് കാലിൻ്റെ തൊടയുടെ അവിടെ ആയിട്ട്, ഒരുപാട് താഴേക്ക് വേണ്ട, കുറച്ച് മുകളിലേക്ക് അവിടേക്ക് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. അത്ര കംഫർട്ടായിട്ട് തോന്നാറില്ല അങ്ങനെ ചെയ്യുമ്പോൾ. ഞാൻ ഫസ്റ്റിൽ തന്നെ അതിനുള്ള അത്രയും എവിടെ വരെ വേണം എന്നുള്ളത് നോക്കിയിട്ട് അത്രയും അങ്ങ് വിട്ടതിന് ശേഷമാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കാറ്. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പിന്നീട് അവിടേക്ക് പിൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അത്രയുമാണ് വേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം വെച്ചിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നത്. ആ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അധികം ചുളുക്കമൊന്നും ഇല്ലാണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. നന്നായിട്ട് അത് എത്ര പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം നന്നായിട്ട് ഒന്നിച്ച് വെച്ചതിന് ശേഷം അവിടേക്ക് നമുക്കൊരു പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ആ പ്ലീറ്റ്സ് പോവില്ല. അതിന് ശേഷമാണ് ഞാൻ അവിടേക്ക് ഷേപ്പ് വരാനായിട്ടാണ് അവിടേക്ക് നമുക്ക് വീണ്ടും ഒന്ന് പിടിച്ചു വച്ചതിന് ശേഷം ആ റൈറ്റ് തൊടയുടെ അവിടേക്ക് താഴേക്ക് വേണ്ട, ഒരുപാട് താഴേക്ക് വേണ്ട, തൊടയുടെ അവിടേക്ക് നന്നായിട്ട് വലിച്ച് വെക്കണം. മേളിൽ നിന്ന് അപ്പോൾ ആ ഞുറുവൊക്കെ കറക്റ്റായിട്ട് എടുത്തു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഒരുപാട് എക്സ്ട്രാ വരും. നന്നായിട്ട് വലിച്ചതിന് ശേഷം നമ്മുടെ അണ്ടർ സ്കേർട്ടിനോട് ചേർത്തിട്ട് ഇവിടേക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഫ്രണ്ടിലെ പ്ലീറ്റ്സ് നമ്മളുടെ ബെല്ലി ബട്ടന് പാരലായിട്ട് തന്നെ വരണം, ഒരു സൈഡിലേക്കൊന്നും ആയി പോകരുത്. കറക്റ്റ് ബെല്ലി ബട്ടൻ്റെ പാരലായിട്ട് നേരെ തന്നെ താഴേക്ക് വേണം ഇങ്ങനെ ടക്കിൻ ചെയ്യാനായിട്ട്. അവിടെ ചുരുട്ടി കൂട്ടി വെക്കരുത്, കറക്റ്റായിട്ട് തന്നെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സൊക്കെ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് പിടിച്ച് കറക്റ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിടക്കും. അതിനുശേഷം നമുക്ക് മുകളിൽ ഇങ്ങനെ ഊരി വരാണ്ടിരിക്കാനായിട്ട് ഒരു പിൻ വെച്ചിട്ട് വേണമെങ്കിൽ അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അകത്തൂടെ വേണമെങ്കിലും കുത്താം, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തൂടെ തന്നെ കുത്തിയാലും കുഴപ്പമില്ല, കാരണം ആ ഭാഗമൊന്നും അങ്ങനെ പുറത്തേക്ക് കാണില്ലല്ലോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പിൻ ചെയ്ത് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലത്തെ ഞുറുവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ പിന്നീട് കുറച്ച് ഭാഗം എക്സ്ട്രാ ആയിട്ട് വരും. അത് വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഞുറുവ് പോലെ എടുത്തിട്ട് ബാക്കിലേക്ക് അങ്ങ് ടക്കിൻ ചെയ്താൽ മതി. ചുരുട്ടി കൂട്ടി വെക്കരുത്, കറക്റ്റായിട്ട് നന്നായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ പല്ലുവിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് പിടിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കിലത്തെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.